അതിലെന്തിനാണ് ഇടപെടുന്നത് ശ്രീ മുഹമ്മദ് അമീർ? വിഷയം ചർച്ചയാകുമ്പോൾ അത് മതവുമായി ബന്ധമുണ്ടെങ്കിൽ അതിന്റെ മത അധ്യക്ഷന്മാർ സ്വാഭാവികമായി അഭിപ്രായം പറയും. അതേ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഫാത്തിമ തഹ്ലിയയ്ക്ക് മാത്രം എതിരെയുള്ള ഒരു ആരോപണം. ഓക്കെ, ഇതില് പിന്നെ ഫാത്തിമ തഹ്ലിയ എന്നൊരു സ്ത്രീയോട് എന്തെങ്കിലും വിദ്വേഷമുള്ളത് കൊണ്ടോ വൈരാഗ്യമുള്ളത് കൊണ്ടോ ഒന്നും അല്ല മുസ്ലിം പക്ഷത്ത് നിന്ന് ഇതിനെ എതിർക്കുന്നത്. അത് ഇപ്പോ പിന്നെ മമ്മൂട്ടി വിളക്ക് കത്തിച്ചാലും യൂസുഫ് അലി വിളക്ക് കത്തിച്ചാലും പിന്നെ ഫാത്തിമ തഹ്ലിയ വിളക്ക് കത്തിച്ചാലും ഇവിടെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ആരാധനകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ടാകുമ്പോൾ ആ സമുദായത്തെ പിന്നെ ബോധവൽക്കരിക്കുക എന്നുള്ളത് മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു ദൗത്യമാണ്. അത് അവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അത് മമ്മൂട്ടി വിളക്ക് കത്തിച്ചാലും ഉണ്ടാകും, യൂസുഫ് അലി വിളക്ക് കത്തിച്ചാലും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകും. അപ്പോൾ നമ്മളൊന്നും അറിയാതെ എത്രയോ മുസ്ലിങ്ങൾ ഉദ്ഘാടന വേദികളിൽ കേരളത്തിൽ വിളക്കുകൾ കത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനൊന്നും ആരും ഒന്നും പറയാറില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇപ്പോ ഇവിടെ ഇപ്പോ പിന്നെ സുഹൃത്ത് സർ മഞ്ജുഷ് പ്ലീസ് അവിടെ ഇടപെടുന്നുണ്ട്. രാഹുൽ ഈശ്വര സുഹൃത്ത് അദ്ദേഹം നേരത്തെ പിന്നെ ചോദിച്ചു പിന്നെ ആരാണ് ഇവിടെ കമ്പൽ ചെയ്യുന്നത്, നിർബന്ധിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മള് ഒരു മുസ്ലിം പ്രതിനിധി ഒരു പൊതു ചടങ്ങിൽ നിന്ന് ഒരു നിലവിളക്ക് കത്തിക്കാതെ മാറി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിനൊരു വിവാദം വരുന്നത്? എന്തുകൊണ്ടാണ് അബ്ദുറബ്ബ് 10 വർഷം മുമ്പ് അബ്ദുറബ്ബ് പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് നിലവിളക്ക് കത്തിക്കാതെ മാറി നിന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായ വെർബൽ മോബ് ലോഞ്ചിങ് കേരളത്തിൽ നടന്നത് നമ്മളൊക്കെ കണ്ടാണ്. അന്ന് ഭയങ്കരമായ ഡിബേറ്റബിൾ ഇഷ്യൂ ആയിരുന്നു ഇത്. അപ്പോൾ ആ രൂപത്തിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ മേലൊരു സോഷ്യൽ പ്രഷർ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് ഒരു പിന്നെ റെസ്പെക്റ്റും അക്സെപ്റ്റും, നമ്മൾ ഈ ഒരു ചടങ്ങിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷെ ആ ചടങ്ങിന്റെ റിച്വലിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് അത് നമ്മളുടെ മേലുള്ള കമ്പൽഷൻ അല്ല, ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ മേലുള്ള ഒരു കമ്പൽഷൻ അല്ല. ഇപ്പൊ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രീഡം ഫ്രം കമ്പൽഷൻ കൂടി ഉണ്ടാവണം. അപ്പോ ഈ നമ്മളുടെ മേലെ ഇത് ചെയ്യാനുള്ള ഒരു നിർബന്ധം, ചെയ്യാതിരുന്നാൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു സോഷ്യൽ പ്രഷർ, അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മേലെ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ ഈ സെക്യുലറിസം എന്നുള്ളത് അവരുടെ പൂർണ്ണമാകുള്ളൂ നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പിന്നെ ഇപ്പോ ഈ അഗ്നി എന്നുള്ളത് ഒരു കൾച്ചറാണ്, സാംസ്കാരികമാണെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഈ കൾച്ചർ ഇവോൾവ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ പിന്നെ മുഴുവനായിട്ടും പിന്നെ വെളിച്ചം ആയിട്ട് ഉപയോഗിച്ചിരുന്നത് വിളക്ക് തന്നെയാണ്. ഈ വിളക്ക് വെളിച്ചമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഇവിടെ ചോദിച്ചു പൊന്നാനിയിൽ വിളക്കില്ലേ, അതേപോലെ തന്നെ ചേരമാൻ പള്ളിയിൽ വിളക്കില്ല എന്നൊക്കെ ചോദിച്ചു. ചേരമാൻ പള്ളിയിലും പൊന്നാനിയിലും മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മുസ്ലിം പള്ളികളിലും വിളക്ക് കത്തിച്ചിരുന്നു. എല്ലായിടത്തും വിളക്കുണ്ടായിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റി വന്നപ്പോൾ നമ്മൾ വിളക്കുകളൊക്കെ ഒഴിവാക്കി. അത് പക്ഷെ ഹിന്ദു ഐഡിയോളജിയിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു ഐഡിയോളജി പറയട്ടെ മുഹമ്മദ് നബീർ, അത് എനിക്കൊരു സംശയം. നിങ്ങൾ പറയുന്നത് ഇരുട്ടുമാറ്റി വെളിച്ചം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ മാത്രം നിലവിളക്ക് ഉപയോഗിക്കാം, അല്ലാതെ ഈ നിലവിളക്ക് കൊളുത്താൻ പാടില്ല, അത് ഹൈന്ദവ ആചാരം പിന്തുടരുന്നതാണ്, അതുകൊണ്ട് പാടില്ല എന്നുള്ളതാണല്ലോ അല്ലേ? അതായത് നമുക്ക് കാഴ്ചക്ക് വേണ്ടി നമുക്ക് വിളക്ക് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രം അല്ലേ? അതെ, നമുക്ക് ഇവിടെ വിളക്കിനോട് എതിർപ്പില്ല, പിന്നെ ഈ തിരിയോട് എതിർപ്പില്ല, അല്ലെങ്കിൽ തീയിനോട് എതിർപ്പില്ല, ഇതിനോടൊന്നും നമുക്ക് എതിർപ്പില്ല. വിളക്ക് കത്തി, പക്ഷെ അത് കത്തിക്കുന്നതിനോട് അല്ല, പൊതുവേദികളിൽ ഇസ്ലാം മതവിശ്വാസികൾ എതിർപ്പാണ്. അത് എങ്ങനെ വന്നു? അതിൽ ആരാധനയുടെ അംശമുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഈ പഞ്ചഭൂതങ്ങൾ, ഇപ്പൊ ഭൂമി അല്ല, ഒരു മിനിറ്റ്, ഭൂമി, ജലം, അഗ്നി, വായു, പിന്നെ ആകാശം, ഇങ്ങനെ പഞ്ചഭൂമി, ഈ പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണ് അഗ്നി. ഈ അഗ്നി ഒരു സൃഷ്ടിയാണ്. അഗ്നി ഒരു സൃഷ്ടിയാണ്. സൃഷ്ടിയിൽ നിന്ന് എന്തെങ്കിലും ഐശ്വര്യം പ്രതീക്ഷിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ മതപരമായ വിശ്വാസത്തിനെതിരാണ്. ഇപ്പോ പിന്നെ നിലവിളക്കിനെ കുറിച്ച് നമ്മൾക്കടിയുള്ള സങ്കല്പങ്ങൾ നോക്കുക. ഇപ്പൊ നിലവിളക്കിനെ കുറിച്ച് സാധാരണ പറയേണ്ട അതിന്റെ മുകളിൽ ശിവനാണ്, മധ്യത്തിൽ വിഷ്ണുവാണ്, പാദങ്ങളിൽ ബ്രഹ്മാവാണ്. ഈ ത്രിമൂർത്തി സങ്കല്പം നിലവിളക്കിനെ കുറിച്ച് നിലവിളക്കില് ഒരു തിരി കത്തിച്ചാൽ എന്താണ്, 2 തിരി കത്തിച്ചാൽ എന്താണ്, 3 തിരിയാണ്, 5 തിരിയാണ് സർവമായ ഐശ്വര്യം എന്ന് പറയുന്നത്. നിലവിളക്ക് കത്തിക്കുമ്പോഴുള്ള പിന്നെ മറ്റേ ദീപം എന്നുള്ള ഇത് ചൊല്ലുമല്ലോ, ശ്ലോകം, നാമം ചൊല്ലുമല്ലോ, അതിലടക്കം ആരാധനകൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റിനെ നമുക്ക് എന്തുകൊണ്ട് ഒരു മുസ്ലിങ്ങൾക്ക് മാറി നിൽക്കണം? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡൈവേഴ്സിറ്റി പ്രകാരം അതിനെ അക്കമഡേറ്റ് ചെയ്തുകൂടാ? എന്തിനാണ് അതിനെ എതിർക്കുന്നത്? എന്തിനാണ് അതിനെ അറ്റാക്ക് ചെയ്യുന്നത്? അവർക്ക് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം. ഇവിടെ സെക്യുലറിസം ഇവിടെ ഫാത്തിമ തഹ്ലിയ മതേതരത്വത്തിന് വേണ്ടി ഇത് ചെയ്തു എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവർ ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ അമീർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ
അവർ സമ്മർദ്ദത്തിന് അടിപ്പെടുകയാണ്. അതായത് ഇസ്ലാം മത വിശ്വാസികൾ പൊതുവേദികളിൽ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ പൊതുവേദികളിൽ സമ്മർദ്ദത്തിന് അടിപ്പെടുകയാണ് നിലവിളക്ക് കൊളുത്താൻ പോകുന്ന ഘട്ടത്തിൽ എന്നാണ്. അങ്ങനെയൊന്നുണ്ടോ? ഇത് ചേരമൻ പെരുമാൾ പള്ളിയിലുള്ള വളരെ മനോഹരമായ ഒരു നിലവിളക്കാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കാലത്തിൽ തന്നെ അദ്ദേഹത്തെ പോയി കണ്ടു നമ്മുടെ ചേരമൻ രാജാവെന്നും അതിനുശേഷം തിരിച്ചെത്തിയെന്നും ഒക്കെയാണ് നമ്മുടെ ചരിത്രവും ഐതിഹ്യവും പറയുന്നത്. അബ്ദുൽ കലാം ഒക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള പള്ളിയാണ്. ഇന്ത്യയിലെ, ഒരുപക്ഷെ ഏഷ്യയിലെ, ലോകത്തിലെ ഏറ്റവും പ്രാചീന പള്ളികളിൽ ഒന്നിൽ ഇപ്പോഴും വിളക്കുണ്ടെങ്കിൽ നമുക്ക് ഈ വിളക്കിനോട് എതിർപ്പുണ്ടെന്ന് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ വിളക്കിൽ സരസ്വതിയും വിഷ്ണുവും ഭഗവാൻ ശിവനും അല്ലെങ്കിൽ ബ്രഹ്മാവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇനിയും ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിൽ റമസാനിലെ 27-ാം രാവിൽ അവർക്ക് ഫെസ്റ്റിവൽ ലാംബു കൊലോക്ക് എന്നൊരു കാര്യമുണ്ട്. അവിടെ വിളക്ക് കത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ നിലവിളക്ക് കത്തിക്കുന്നതാണ്. അവർക്കും ഈ ഇന്ത്യൻ സംസ്കാരത്തോട് വളരെ പൈതൃകമായി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ സാംസ്കാരികപരമായി കുറേ ഒരുമകളുണ്ട്. ഉദാഹരണം, നമ്മളെല്ലാം സൺഡേ ഹോളിഡേ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ശരിക്കും ഒരു ജൂഡിയോ ക്രിസ്ത്യൻ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവം റെസ്റ്റ് ചെയ്ത ദിവസമാണെന്നാണ്. ഞാൻ ക്രിസ്ത്യൻ സംസ്കാരത്തെ അംഗീകരിക്കില്ല, അതുകൊണ്ട് സൺഡേ ഞാൻ ഹോളിഡേ എടുക്കില്ല എന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാര്യം, എല്ലാ സംസ്കാരങ്ങളെയും നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഒട്ടും ഡൈല്യൂട്ട് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. ഇവിടെ ഫാത്തിമ തഹ്ലിയ ഒരു അമ്പലത്തിലോ അമ്പലത്തിന്റെ ചടങ്ങിൽ ഇപ്പം മമ്മൂട്ടി വിളക്ക് കൊളുത്തിയോ നമ്മുടെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് വിളക്ക് കൊളുത്തിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഫാത്തിമ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഉദ്ഘാടനത്തിന്, ഒരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഉദ്ഘാടനത്തിന് ഒരു ചടങ്ങ് ചെയ്യുന്നു. ഇത് നടയാകാം, ലാപ്ടോപ്പിൽ കുത്തുന്നതാകാം. ഇനിയും 2 ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് പോലെ ഇങ്ങനെ 1-2 വിവാദങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തിരുന്നു. അവർ പറയുന്നത്, പ്രൊനൗൺസിയേഷൻ ശരിയാണെങ്കിൽ കറക്റ്റ് ചെയ്യാം, അൽ ഉമൂറു ബി മഖാസിദിഹ, അതായത് ആക്ഷൻസിന്റെ ആത്മാവെന്ന് പറയുന്നത് നീയത്താണ് അഥവാ ഇന്റൻഷനാണ്. ഇവിടെ ഫാത്തിമ തെഹ്ലിയയുടെ ആക്ഷന്റെ ഇന്റൻഷൻ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യൽ മാത്രമാണ്. അത് ഏകദൈവ വിശ്വാസമോ യഹോവയോ അള്ളാഹുവിനെയോ ആരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല. ദൈവീകമല്ലാത്തൊരു കാര്യത്തിൽ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായ ഒരു കാര്യത്തിൽ, സാമൂഹികമായ കാര്യത്തിൽ ദൈവശാസ്ത്രം കൊണ്ടുവന്നാൽ അനാവശ്യമായ പ്രശ്നങ്ങളല്ലേ അതുണ്ടാകും. നമ്മുടെ നാട്ടിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട്, അതായത് ഏകദേശം 10,000 വർഷം മുമ്പ് വരെ ഈ അവിടുത്തെ മൗണ്ടുകളിൽ ചെറിയ ചെറിയ ക്ലേ ചിരാതുകൾ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ ചരിത്രം പറയുന്നുണ്ട്. നമ്മുടെ നാട് 10,000 വർഷങ്ങളായി ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അതിനോട് നമുക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ യൂസഫ് അലി സാറിനെ പോലുള്ളവർ, മഹാനായ മമ്മൂട്ടി സാറിനെ പോലുള്ളവർ, ഒരുപാട് പേർ ഇത്തരം കാര്യം പറയുന്നു. പക്ഷേ ഐ അക്നോളജ്, അതായത് മുസ്ലിം ലീഗിൽ തന്നെയുള്ള, മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് പണ്ട് മുതലേ ഇതിനോട് റിസർവേഷൻ ഉണ്ട്. ഏറ്റവും ആദരണീയനായ ബഹുസ്വരവാദിയായ പാണക്കാട് തങ്ങളടക്കം ജോൺ ബ്രിട്ടാ സാറിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഇതിനെക്കുറിച്ചൊരു എതിരഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിന്റെ ഭാഗമായി വരുമ്പോൾ നിയ്യത്ത്, അല്ലെങ്കിൽ നിയ, അല്ലെങ്കിൽ ഇന്റൻഷൻ, അല്ലെങ്കിൽ ഉദ്ദേശമാണ് പ്രധാനം. ഇത് ഇസ്ലാമികമായും തെറ്റല്ല. കാര്യം അവിടെ ഫാത്തിമ തഹ്ലിയ പോയത് ദൈവശാസ്ത്രപരമോ ആത്മീയമോ അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു കാര്യത്തിനേ അല്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.